വീട് ഏതൊരാളിന്റെയും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഇഴചേർന്നൊരുങ്ങുന്ന നമ്മുടെ വീട്. ചുമരുകൾ കൊണ്ട് വേർതിരിക്കപ്പെട്ട് വാതിലുകളും ജനലുകളുമായി നിൽക്കുന്ന ഒരു കെട്ടിടം. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷകളും സങ്കല്പങ്ങളും അധ്വാനവുമൊക്കെ ഒരു വീടിന്റെ നിർമ്മാണത്തിലായിരിക്കും, അല്ലേ? വീട് എന്ന ഈ പ്രോഗ്രാം ഒരു യാത്രയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിലെ, സങ്കല്പങ്ങളിലെ, യാഥാർത്ഥ്യങ്ങളിലെ വീടുകൾ തേടിയുള്ള യാത്ര. അവിടെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന വീടുകളുടെ വാതിലുകളാണ് നമ്മൾ തുറക്കുന്നത്. പിന്നെ വീടിനുള്ളിൽ നിങ്ങളെ കാത്ത് ഞങ്ങളുടെ അതിഥി ഉണ്ടാവും. കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന പ്രശസ്തരായ വ്യക്തികൾ അവരുടെ വീടുകളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും അവരുടെ വീടുകളുമായി ഞങ്ങളുടെ അതിഥിയിലൂടെ നിങ്ങളുടെ മുമ്പിലെത്തുന്നു. ചരിത്രത്തിൽ സ്ഥാനമുള്ള കഥകൾ ഉറങ്ങുന്ന വീടുകളുമായി മച്ചകം നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ വീട് നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രികളെ പരിചയപ്പെടുത്തുന്നു ഷോക്കേസ്. ജാലകം പ്രേക്ഷകരുടെ സ്വന്തം വിഭാഗമാണ്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നു ജാലകത്തിലൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. വീട് തേടിയുള്ള യാത്ര. ഇന്ന് നമ്മുടെ മുന്നിൽ തുറക്കുന്ന വാതിൽ എവിടെയാണെന്നല്ലേ? അത് ഞാൻ പറയാം. 150ഓളം വർഷങ്ങളുടെ പഴമയുള്ള ഒരു തറവാട്ടിലേക്കാണ് നമ്മളിന്ന് യാത്ര തിരിക്കുന്നത്. പഴമയുടെ പ്രൗഢിയുമായി നിൽക്കുന്ന ആ തറവാടിന് ഇന്ന് ആധുനികതയുടെ മേമ്പടിയുമുണ്ട്. കൂടാതെ നമ്മുടെ ഈ യാത്രയിലുടനീളം വൈവിധ്യമാർന്ന വർണ്ണക്കാഴ്ചകളാണുള്ളത്. അപ്പോൾ ആ കാഴ്ചകൾ കാണാനായി നമുക്കിന്ന് യാത്ര തിരിക്കാം. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് കേരളത്തിന്റെ പേര് ലോകമെങ്ങും അറിയുന്നതിന് കാരണമായ ഒരു സ്ഥലമുണ്ട്. അതേതാണെന്ന് നിങ്ങൾക്കറിയാമോ? കായലും കരിമീനും കെട്ടുവള്ളങ്ങളും ഒക്കെയായി പ്രകൃതിയുടെ കയ്യൊപ്പുമായി നിൽക്കുന്ന വളരെ ഭംഗിയേറിയ ഒരു സ്ഥലം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആ സ്ഥലം ഏതാണ്. അതെ, അവിടേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കുമരകം. വേമ്പനാട്ട് കായലിന് തീരത്തുള്ള കുമരകം എന്ന കൊച്ചു ഗ്രാമത്തിലാണ് നമ്മളിന്ന് പോകുന്ന കൊടിയന്തര തറവാട്. ഒന്നര നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ആ തറവാടിൽ പഴമയുടെ പെരുമ നഷ്ടപ്പെടാതെ ഒട്ടേറെ വസ്തുക്കൾ നമുക്ക് കാണാനായിട്ടുണ്ട്. കായൽപ്പരപ്പിന്റെ സൗന്ദര്യവും കുഞ്ഞോളങ്ങളും ആസ്വദിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ യാത്ര തീർച്ചയായിട്ടും പഴയൊരു വീടിനെ പുതുതാക്കി മാറ്റിയത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുകൾക്ക് ഏറെ ആകർഷകമായിരിക്കും. നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഇതാണ് നമ്മളിന്ന് പോകുന്ന കൊടിയന്തര തറവാട്ടിലെ കൊച്ചു കാരണവരായ ശ്രീ ക്രിസ്പിൻ. ഹായ്, വെൽക്കം ടു കൊടിയന്തര. ഈ വളവര വള്ളത്തിനും പറയാൻ പഴമയുടെ കഥകളാണ്. 75-ൽ പരം വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ വള്ളത്തിന്. യന്ത്രവൽകൃത വാഹനങ്ങളും റോഡ് ഗതാഗത സൗകര്യങ്ങളും കുറവായിരുന്ന പഴയ കാലങ്ങളിൽ ക്രിസ്പിന്റെ മുൻ തലമുറക്കാർ യാത്രയ്ക്കും കൃഷി, വാണിജ്യ ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചിരുന്നത് ഈ വള്ളം തന്നെ അത്രയും. കച്ചവടത്തിനായി പോകുന്ന കാരണവന്മാർ ഒരു യാത്ര പോയാൽ ഒരാഴ്ചയോളം കഴിഞ്ഞേ തിരിച്ചെത്തൂ. ആ ഒരാഴ്ചയും അവരുടെ യാത്രയും കിടപ്പും പാചകവുമൊക്കെ ഈ വള്ളത്തിൽ തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ യാത്രയിൽ നമ്മൾ തേടിയെത്തിയ കൊടിയന്തര തറവാടിന്റെ വീട്ടുമുറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വീടിന്റെ വാതിലാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ തുറക്കുന്നത്. ഇതാണോ കോളിംഗ് ബെല്ല്? ഇതാണ് പാരമ്പര്യം അനുസരിച്ചുള്ള ഒരു കോളിംഗ് ബെല്ലാണ്. ഇതിന് ഒരുപാട് പഴക്കമുള്ളതാണോ ഈ ബെല്ലിനും? പഴക്കമുണ്ട്. അപ്പൊ ഒന്ന് അടിച്ചു നോക്കാമല്ലോ അല്ലേ? ആരാ വരുന്നത് നോക്കാം. ഷുവർ. റോഡാണ്.